യേശുവിൽ പ്രിയപ്പെട്ടവരെ, രണ്ട് വ്യക്തികളെ തമ്മിൽ ഒരിക്കലും വേർപിരിയാനാവാത്ത വിധത്തിൽ ചേർത്ത് നിർത്തുന്ന വികാരമാണല്ലോ സ്നേഹം. ആഴമായ സ്നേഹമുള്ളിടത്ത് ഇന്നത്തെ വചനത്തിൽ പറയുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ഒരിക്കലും അവർ വേർപിരിഞ്ഞു പോകുന്നില്ല. ദൈവമനുഷ്യ ബന്ധവും ഇതുപോലെ തന്നെയാണ്. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോ നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് അവിടുത്തെ കരവലയത്തിനുള്ളിൽ നമ്മളെ ചേർത്ത് നിർത്തിയിരിക്കുക. അവിടുത്തെ സ്നേഹത്തിൽ നമുക്ക് അകന്നു പോകാനാവില്ല. വിശുദ്ധ പൗലോസ്ലീഹായുടെയും മറ്റ് അനേകം വിശുദ്ധരുടെയും അനുഭവം ഇതുതന്നെയാണ്. എന്നാൽ ആ സ്നേഹം ആഴമില്ലാത്തതാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വേർപിരിഞ്ഞു പോകാം. എന്തെങ്കിലും ഒരു പ്രശ്നം എത്ര നിസ്സാരമാണെങ്കിൽ പോലും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാറുണ്ട്. 30 വെള്ളിക്കാശ് യൂദാസിനെ ഈശോയെ ഒറ്റുകൊടുക്കാൻ പ്രേരിപ്പിച്ചു. ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് തോന്നിയപ്പോൾ അറിയാതെയാണെങ്കിലും പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞു. ജീവിതത്തിലെ നൈമിഷിക സുഖങ്ങൾ, സുഖസൗകര്യങ്ങൾ, സമ്പത്ത്, ഇതൊക്കെ നമ്മളെ തമ്പുരാനിൽ നിന്ന് അകറ്റാറുണ്ട്, നമ്മുടെ സ്നേഹം ആഴമില്ലാത്തതാണെങ്കിൽ. ഞങ്ങളെ ഒത്തിരി അധികം സ്നേഹിക്കുന്ന ഈശോനാഥ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഞങ്ങൾ അകന്നുപോയ നിമിഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ഒരിക്കലും അങ്ങേ വിട്ടുപിരിയാതെ ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.